മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി അത് വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധം മറ്റ് പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ പ്രതിസന്ധി സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി ഒടുവിൽ ചർച്ച നടത്തുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചർച്ച. സീറ്റ് പ്രതിസന്ധി സംബന്ധിച്ച പ്രചാരണങ്ങൾ തെറ്റാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും ആവർത്തിക്കുന്നത്. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യക്ഷ സമരത്തിലാണ്. അടുത്ത ദിവസം SFI സമരം തുടങ്ങുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുന്നത്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 2-ന് സെക്രട്ടേറിയറ്റ് അനക്സിലാണ് ചർച്ച. SFI സ്വതന്ത്ര സംഘടനയാണെന്ന മന്ത്രി വി ശിവൻകുട്ടി 25-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അവരെ കണക്കെല്ലാം ബോധ്യപ്പെടുത്താം. നമുക്കൊരു സമരം ചെയ്യുന്നതിനോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ വസ്തുത ഉൾക്കൊള്ളുന്നതിൽ എനിക്കൊരു വിരോധമില്ല. മലപ്പുറത്ത് പ്രവേശനം നേടാനുള്ളവർ 14,037 പേർ മാത്രമാണ്. 40,000 സീറ്റിന്റെ കുറവെന്ന പ്രചരണം തെറ്റാണെന്നും മന്ത്രി വി ശിവൻകുട്ടി. 1-ാം ഘട്ട അലോട്ട്മെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സമരം തുടങ്ങിയതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ പരിഹാരം കാണുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 24 തിരുവനന്തപുരം.